ഇപ്പോൾ വരുന്ന മറ്റൊരു സങ്കടകരമായ വാർത്തയിലേക്ക്. തിരുവനന്തപുരത്ത് കിഴക്കേക്കോട്ടയിൽ ക്ഷേത്രക്കിണറ്റിൽ വീണ കീഴ്ശാന്തി മരിച്ചു എന്ന വാർത്തയാണ് വരുന്നത്. അദ്ദേഹത്തിന് വീഴ്ചയിൽ പരിക്കേറ്റിരുന്നു. ഒന്നാം പുത്തൻതെരുവ് സ്വദേശി നവനീതാണ് മരിച്ചത്. ഇന്ന് രാവിലെ അഭിഷേകത്തിനായി വെള്ളമെടുക്കുന്നതിനിടെ നവനീത് അഗ്നീശ്വര മഹാദേവ ക്ഷേത്രത്തിലെ കിണറ്റിൽ വീണുപോയി. റിനു ശ്രീധർ വിവരങ്ങളുമായി ചേരുന്നു. റിനു, വളരെ ആഴമുള്ള കിണറായിരുന്നു അത്. തീർച്ചയായിട്ടും SKN രാവിലെ 7 മണിയോടുകൂടിയാണ് അച്ഛനൊപ്പം ക്ഷേത്രത്തിലെത്തിയ കീഴ്ശാന്തിയായിട്ടുള്ള നവനീത തിരുവനന്തപുരം ഒന്നാം പുത്തൻ തെരുവിലെ അഗ്നീശ്വര മഹാദേവ ക്ഷേത്രത്തിലാണ് സംഭവം നടന്നത്. അദ്ദേഹം അഭിഷേകത്തിന് വേണ്ടി വെള്ളം കിണറിൽ നിന്ന് കോരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഫിക്സിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതാവാം കാരണം എന്നുള്ളതാണ് അവിടെ ഉണ്ടായിരുന്നവരൊക്കെ തന്നെ പറയുന്നത്. വെള്ളം കോരുന്നതിനിടെ കിണറിലേക്ക് അകപ്പെടുകയായിരുന്നു, വീണുപോവുകയായിരുന്നു എന്നുള്ളതാണ് നമ്മളോട് നാട്ടുകാരടക്കം അല്ലെങ്കിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരടക്കം പങ്കുവച്ചത്. ഉടൻ തന്നെ ഈ ക്ഷേത്രത്തിലുണ്ടായിരുന്നവർ ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചു. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അവിടെ എത്തുമ്പോൾ തന്നെ നവനീതിനെ എല്ലാവരും ചേർന്ന് പുറത്തേക്കെടുത്തു. SP ഫോർട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ്. 22 വയസ്സ് മാത്രമാണ് പ്രായം എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റുമെന്നുള്ളതാണ്. SKN ചോദിച്ചതുപോലെ ഏകദേശം 15 അടിയോളം താഴ്ചയുണ്ട് ഈ കിണറിന്. വളരെ ഇടുങ്ങിയ ഒരു നിലയിലാണ് ഈ കിണർ ഉള്ളത്. ഇതിൻ്റെ കൈവരിക്കും പൊക്കം കുറവാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് താഴേക്ക് വീഴുന്നതിനുള്ള ഒരു സാധ്യതയ്ക്ക് ആക്കം കൂട്ടി എന്നുള്ളതാണ്. ഫിക്സ് വന്നതാവാമെന്നാണ് നിലവിൽ വിലയിരുത്തുന്നത്. പക്ഷേ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. ശബ്ദം കേട്ടാണ് സമീപത്തുണ്ടായിരുന്നവരൊക്കെ തന്നെ ഓടി എത്തിയത്. അപ്പോൾ തന്നെ പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.